ജനുവരി മാസം 11-ാം തീയതി മുതൽക്ക് 17-ാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഇവർക്ക് ലഗ്നത്തിൽ കേതുവാണ്. ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി സംബന്ധിച്ചോ ഒരു വിരക്തി അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തോന്നൽ കൊണ്ട് അവരുടെ ഒരു കാര്യക്ഷമത കുറവ് കൊണ്ട് ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ കുറച്ച് ലാഗ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ അത് 16-ാം തീയതിക്ക് ശേഷം കുറച്ച് നില മെച്ചപ്പെടും. സാമ്പത്തികപരമായിട്ടും അവർക്ക് അത്ര അനുകൂലമല്ല. ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ഹൃദയ രോഗം അഥവാ രക്തസമ്മർദ്ദം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഒരു മൗനം കൊണ്ട് അഥവാ എല്ലാവരുമായിട്ട് വേണ്ട രീതിയിലുള്ള വർത്തമാനങ്ങളില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളും ഒക്കെ കൊണ്ട് കുടുംബ ബന്ധങ്ങളിലും അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല ഇത്. ചിങ്ങക്കൂറുകാർക്ക് ലഗ്നത്തിൽ കേതു ഉണ്ട്. അത് ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതിന് പരിഹാരമായിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, അതുപോലെ തന്നെ ഭൈരവൻ എന്നുള്ള നിലയ്ക്ക് നായയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ നല്ല കാര്യമാണ്. ആഴ്ചയുടെ മധ്യത്തിൽ 14-ാം തീയതി, ജനുവരി 14-ാം തീയതി മകരസംക്രമമാണ്. ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ്. ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ്. അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം ആകുന്ന 6 മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം 14-ാം തീയതി. ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരും ഈ 33 കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം നമ്മൾ ഈശ്വരഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും. നമുക്കറിയാം, സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായന കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഈ കാലം നമുക്ക് ഈശ്വരഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.